ഹായ് ഫ്രണ്ട്സ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് പവർ ബാങ്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാക്കേണ്ടി വന്നതാണ് ഈ കസ്റ്റമറിന് വേണ്ടിയിട്ട്. ഈ ഒരു ലാപ്പിൻ്റെ ബാറ്ററി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്ക് ബാക്കപ്പിൽ തന്നെ നിൽക്കണം, കറണ്ട് പോയ വിഷയം ഉണ്ടാവരുത്, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ ഇങ്ങനെ ഒരു പവർ ബാങ്ക് ഞാൻ നിർമ്മിച്ച് തരാമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ ഓക്കെ, പെർമിഷൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളൊരു സ്റ്റെബിലൈസറിൻ്റെ ക്യാബിനറ്റാണ്, സ്റ്റെബിലൈസറിൻ്റെ ക്യാബിനറ്റിന് പവർ ബാങ്കായിട്ട് നിർമ്മിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ആക്ച്വലി ഒരു ഫ്യൂസ്, DC ഫ്യൂസ്, ഇതെന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പോകാൻ വേണ്ടിയിട്ട് ഒരു DC ഫ്യൂസ്. ഇത് വന്നിട്ട് ഔട്ട്പുട്ട് നമ്മൾ ഇതിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കട്ട് ഓഫ് ആയതായിട്ട് കാണാൻ കഴിയും. നമ്മൾ ഇതാ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓണാക്കുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ ഇത് ഔട്ട്പുട്ടിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഇത് നമ്മുടെ ചാർജിങ് AC ഇന്ന് വന്നാൽ ഉള്ളൊരു ഇൻഡിക്കേഷൻ. അപ്പോൾ AC ഞാൻ ഓൺ ചെയ്യാം. ഓക്കെ, AC ഓൺ ചെയ്തപ്പോഴുള്ളൊരു ഇൻഡിക്കേഷൻ. പിന്നെ ഇതിനകത്ത് DC to DC 5 ആമ്പിയറിൻ്റെ ഒരു കൺവെർഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 12 വോൾട്ടിനെ 19 വോൾട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 12 വോൾട്ട് AC 12 വോൾട്ട് ട്രാൻസ്ഫോമറാണ് എടുത്തിരിക്കുന്നത്. അപ്പം AC 12 വോൾട്ട് ട്രാൻസ്ഫോമർ എടുക്കുമ്പോഴേക്ക് നമ്മൾ ബ്രിഡ്ജ് എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ അത് ഏകദേശം ഒരു 12, നമുക്കൊരു 13-14 വോൾട്ട്. ഇതിൻ്റെ മാക്സിമം ചാർജിങ് വോൾട്ട് എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ 14.2 ആ റേഞ്ചിലാണ്. അപ്പം ഒരു കട്ട് ഓഫ് സംവിധാനത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. മാക്സിമം ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട് ചെയ്യുന്നത് അത് 14 സംതിങ് വോൾട്ടേ ഔട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു കട്ട് ഓഫ് സംവിധാനത്തിൻ്റെ ആവശ്യം ചാർജിങ് സെക്ഷനിൽ വേണ്ടി വരുന്നില്ല. അതൊരു പരീക്ഷണത്തിലൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ വിഷയമൊന്നും ആ സ്റ്റേജിലില്ല. പിന്നെ വരുന്നത് ലോ വോൾട്ടേജ് 9 വോൾട്ടെങ്കിലുമാണ് സേഫ് സൈഡ് വോൾട്ടേജ്. 9 വോൾട്ടിന് താഴെ വരുമ്പോൾ കട്ട് ഓഫ് ആവണം. നമ്മുടെ ഈ ബൂസ്റ്റർ ഓൾറെഡി ഒരു 9 വോൾട്ടിന് താഴെ എത്തുമ്പോഴേക്ക് തന്നെ ഓഫ് ആവുകയാണ്. അപ്പോൾ ആ ഭാഗവും കുഴപ്പമില്ല. അങ്ങനെ ഒരു അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ബാക്കപ്പ് ടൈം ഏകദേശം നോക്കിയപ്പോൾ ഒരു 5 മണിക്കൂർ വരെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 5 മണിക്കൂർ വരെ ഓക്കെയാണ്, നിൽക്കുന്നുണ്ട് ബാക്കപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല ലോ വോൾട്ടേജിൽ. അതിനും താഴോട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മണിക്കൂറൊക്കെ മതി. അപ്പോൾ സേഫ് സൈഡാണ്. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ക്യാബിനറ്റും കൂടെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് പവർ ബാങ്ക്, ലാപ്ടോപ്പ് പവർ ബാങ്ക് നിർമ്മിച്ചെടുത്തതാണ്. ഇപ്പം 73% ആയിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ബാറ്ററിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലാപ്പ് പെട്ടെന്ന് അങ്ങ് ഓഫായി പോയി. അത് സമയമൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ബാറ്ററിക്ക് ഏകദേശം 5000 അതിന് മേളിൽ പ്രൈസ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതിനകത്തെല്ലാം കൂടെ ഒരു ചിലവ് നോക്കുകയാണെങ്കിൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ 7H ബാറ്ററി ഒരു മാക്സിമം ഒരു 800 രൂപ, 850 രൂപ. പിന്നെ നമ്മുടെ ഈ ട്രാൻസ്ഫോർമർ 5 ആമ്പിയർ 12 വോൾട്ട് AC ആണ് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഈ 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. 5 ആമ്പിയർ എന്ന് പറയുമ്പോൾ ഒരു 4 ആമ്പിയർ നമുക്ക് പ്രതീക്ഷിക്കാം, അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിന് മാക്സിമം നമ്മുടെ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റോക്കിലുള്ള ട്രാൻസ്ഫോമറാണ്. പിന്നെ ഏകദേശം ഒരു പ്രൈസ് വരുന്നത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം വരുന്നത്. മാക്സിമം ഒരു 800 രൂപ 850 രൂപയ്ക്കകത്ത് അത് കിട്ടും. നമ്മുടെ പിന്നെ ഈ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ വന്നിട്ട് ഏകദേശം ഒരു 450 രൂപ ആ റേഞ്ചിനകത്ത്. പിന്നെ ഇതിൻ്റെ ക്യാബിനറ്റും മറ്റ് ആക്സസറീസും എല്ലാം കൂടെ നമുക്കൊരു 500 രൂപ. അപ്പം ടോട്ടലി എത്ര രൂപ ആയെന്ന് നമുക്കൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ നമ്മുടെ ചിലവെല്ലാം കൂടെ നോക്കിയപ്പോഴേക്ക് 2500 ഇതിന് ചിലവ് വരുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറയുന്നത് 2500 രൂപ നമ്മൾ മുടക്കിയാലും ഈ പറഞ്ഞതുപോലെ ഈ ബാറ്ററി നമ്മുടെ എക്സൈഡിൻ്റെ ഈ 7H ബാറ്ററിക്ക് എങ്ങനെ പോയാലും നോക്കിയപ്പോൾ ഒരു 4 വർഷത്തെ ലൈഫ് നമുക്ക് UPSകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയും ലൈഫുണ്ട് ബാറ്ററിക്ക്. ഏകദേശം 2500 രൂപ നമ്മൾ മുടക്കുന്ന സമയത്ത് ബാക്കപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഏകദേശം 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് നല്ല ഒരു സമയം തന്നെയാണ്. പിന്നെ എൻ്റെ ബാറ്ററിക്ക് ഇത്രയും വില വരുന്നു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഓക്കെയാണ്. ഇത് എല്ലാം ഓക്കെ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില സാധനങ്ങൾ ഉപകാരപ്പെടും. അപ്പം അങ്ങനെ ഇതുവരെ നിർമ്മിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇങ്ങനൊരു സാധനം.
അത്യാവശ്യം ലാപ്ടോപ്പുകളുടെ അകത്ത് ബാറ്ററി വരുന്നത് കൊണ്ട് തന്നെ ലാപ്ടോപ്പ് പവർ ബാങ്ക് എന്ന കൺസെപ്റ്റ് ഇതുവരാരും അങ്ങനെ കൂടുതൽ കണ്ടുവന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഒരു സാധനം നിർമ്മിച്ചപ്പോൾ അത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.